ധനസമ്പാദനം പ്രോഗ്രാമിന് കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്രഷ്ടാക്കളും പ്രോഗ്രാമിന്റെ കാലയളവിൽ ധനസമ്പാദനത്തിന് യോഗ്യരാണ്. സീൽ അതിന്റെ സ്വന്തം വിവേചനാധികാരത്തിൽ ധനസമ്പാദന മോഡൽ, ഒരു സമ്മാനം പകരം വയ്ക്കുന്നത് മുതലായവ പരിഷ്കരിക്കാനുള്ള അവകാശം നിക്ഷിപ്തമാണ്. ഈ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി യോഗ്യരായ സ്രഷ്ടാക്കളുടെ വീഡിയോകളിലേക്ക് ലിങ്ക് ചെയ്ത ഉൽപ്പന്നങ്ങളിലെ അദ്വിതീയ ക്ലിക്കുകൾ ഉൾപ്പെടെയുള്ള ഘടകങ്ങളുടെ സംയോജനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സീൽ കണക്കാക്കുന്നത്. ബാധകമായത് സ്രഷ്ടാക്കളുടെ ധനസമ്പാദനത്തിന് ബാധകമായത് സീലിന്റെ സ്വന്തം വിവേചനാധികാരത്തിൽ ഉപയോഗം, സ്വകാര്യതാ നയം, കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങൾ. ധനസമ്പാദനത്തിന്റെ ഏതെങ്കിലും വീണ്ടെടുക്കൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ധനസമ്പാദന പങ്കാളിയുമായുള്ള കത്തിടപാടുകൾ സ്രഷ്ടാക്കളും ധനസമ്പാദന പങ്കാളിയും മൂന്നാം കക്ഷിയും തമ്മിൽ മാത്രമേ ബാധകമാകൂ എന്ന് സ്രഷ്ടാവ് ഇതിനാൽ സമ്മതിക്കുന്നു. അത്തരം ധനസമ്പാദന പങ്കാളിയുടെ സേവനങ്ങളുടെ ഏതൊരു ഉപയോഗവും അത്തരം ധനസമ്പാദന പങ്കാളി അംഗീകരിച്ച നടത്തുന്ന പ്രസക്തമായ നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും നിയമങ്ങൾക്കും നയങ്ങൾക്കും മറ്റ് സേവന നിബന്ധനകൾക്കും വിധേയമായിരിക്കും. കൂടാതെ സ്രഷ്ടാവ് അവലോകനം ചെയ്യുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടായിരിക്കും. അത്തരം ധനസമ്പാദനം ഇടപാട് നടത്തുന്നതിനോ പ്രയോജനപ്പെടുത്തുന്നതിനോ മുമ്പ് സീൽ അതിന് ഉത്തരവാദിയോ ബാധ്യസ്ഥനോ ആയിരിക്കില്ലെന്ന് സ്രഷ്ടാവ് സമ്മതിക്കുന്നു. ധനസമ്പാദന പങ്കാളിയിലൂടെ വീണ്ടെടുക്കുന്ന സാഹചര്യത്തിൽ ധനസമ്പാദന പങ്കാളിയുടെ ഉത്തരവാദിത്തം ധനസമ്പാദന പൂർത്തീകരണമായിരിക്കും. ധനസമ്പാദനം സമ്പാദിക്കുമ്പോൾ ആപ്ലിക്കേഷനിൽ ലഭ്യമായ നാണയങ്ങൾ ടാബിൽ ക്ലിക്കു ചെയ്ത് സ്രഷ്ടാക്കളെ ധനസമ്പാദന വീണ്ടെടുക്കലിന്റെ പേജിലേക്ക് നയിക്കും, റീഡയറക്ട് ചെയ്യും. ധനസമ്പാദനത്തിന്റെ വീണ്ടെടുക്കൽ ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായേക്കാം. ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട് രഹസ്യസ്വഭാവം നിലനിർത്താൻ സ്രഷ്ടാവ് സമ്മതിക്കുകയും അത് മൂന്നാമതൊരു വ്യക്തിയുമായി പങ്കിടുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. മറ്റൊരു ഉപകരണത്തിലൂടെ തെറ്റായതോ മറ്റോ ഒരിക്കൽ ക്ലെയിം ചെയ്ത ധനസമ്പാദന വീണ്ടെടുക്കൽ സ്രഷ്ടാവിന്റെ ലോഗിൻ ID ആക്സസ് ചെയ്യുന്ന ഒരാൾ സീലിന്റെ ഉത്തരവാദിത്തമായിരിക്കില്ല. സ്രഷ്ടാവ് ഇനിപ്പറയുന്ന സാഹചര്യത്തിൽ ധനസമ്പാദനത്തിന് സ്രഷ്ടാവിനോട് സീൽ ഉത്തരവാദിയായിരിക്കില്ല. 1. ഏതെങ്കിലും തെറ്റായ കോണ്ടാക്റ്റ് വിശദാംശങ്ങൾ നൽകി. 2. അവളുടെ രജിസ്റ്റർ ചെയ്ത ID പരാമർശിക്കുന്നതിൽ പരാജയപ്പെട്ടു. 3. KYC പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. 4. നിർവചിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ ഏതെങ്കിലും ഡോക്യുമെന്റേഷനോ തെളിവോ അഭ്യർത്ഥിച്ച വിവരങ്ങളോ നൽകുന്നതിൽ പരാജയപ്പെട്ടു. 5. സ്രഷ്ടാവ് നൽകിയ ഏതെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകി. 6. നികുതി പ്രത്യക്ഷവും പരോക്ഷവുമായ ആവശ്യകതകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. 7. നിർവചിക്കപ്പെട്ട പ്രക്രിയപ്രകാരം ധനസമ്പാദനം ശേഖരിക്കുന്നതിൽ ക്ലെയിം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. 8. നിയമങ്ങളും ചട്ടങ്ങളും അല്ലെങ്കിൽ ബാധകമായ ഏതെങ്കിലും നിയമത്തിന്റെ ലംഘനമോ സംശയമോ അല്ലെങ്കിൽ അവൾ അപേക്ഷ ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തുകയോ ഏതെങ്കിലും വിധത്തിൽ അപേക്ഷയുടെ നിയമവിരുദ്ധമോ വഞ്ചനാപരമോ ആയ ഉപയോഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലോ. 9. പ്രോഗ്രാമിന് ശേഷവും ആപ്ലിക്കേഷനിലെ കോയിൻസ് ടാബിൽ സ്രഷ്ടാവിന് ലഭിച്ച ധനസമ്പാദനം സീൽ ലഭ്യമാക്കിയേക്കാം. മോണിറ്റൈസേഷൻ അതിന്റെ വീണ്ടെടുക്കലിന്റെ സാധ്യത അനുസരിച്ച് ശേഖരിക്കേണ്ടത് സ്രഷ്ടാവിന്റെ ഉത്തരവാദിത്തമാണ്. കാലഹരണപ്പെടുന്ന സാഹചര്യത്തിൽ ധനസമ്പാദനത്തിൽ മാറ്റം വരുത്താനോ മാറ്റിസ്ഥാപിക്കാനോ വിപുലീകരിക്കാനോ ഉള്ള ഒരു അഭ്യർത്ഥനയും സീൽ സ്വീകരിക്കില്ല. 10. ധനസമ്പാദന പങ്കാളിയുടെ പ്ലാറ്റ്ഫോമിലെ വീണ്ടെടുക്കലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ, പരാതികൾ അല്ലെങ്കിൽ വ്യക്തതകൾക്കായി സ്രഷ്ടാവ് ധനസമ്പാദന പങ്കാളിയെ ബന്ധപ്പെടേണ്ടതുണ്ട്. 11. ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള ഏതെങ്കിലും അഭ്യർത്ഥനകളോ ക്ലെയിമുകളോ ധനസമ്പാദനം നിർണ്ണയിക്കുന്നതിന് സ്രഷ്ടാക്കൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ നൽകാനോ സീൽ അനുവദിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്നില്ല. 12. ഈ നിയമങ്ങളും ചട്ടങ്ങളും അംഗീകരിക്കുന്നതിലൂടെ KYC ഡോക്യുമെന്റുകൾ ശേഖരിക്കുന്നതിനും ധനസമ്പാദന പങ്കാളിയോ സീലിനോ ആവശ്യമായ മറ്റ് വിശദാംശങ്ങളും ശേഖരിക്കുന്നതിന് സ്രഷ്ടാവ് അവൾ നൽകിയ നമ്പറിൽ ബന്ധപ്പെടാൻ സ്രഷ്ടാവ് സമ്മതിക്കുന്നു.